പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക് ബി. ഞാൻ ആഷിഖ് ജോയ്. ആസ് യൂഷ്വൽ, ലെറ്റ് us begin with a prayer. Pater noster, qui vis in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഡോഗ്മ ഓഫ് പെർഗട്ടറി എന്ന പുസ്തകത്തിൽ ഫാദർ ഷൂപ്പെ കളക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളിൽ നിന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് വെനറബിൾ മദർ ഫ്രാൻസിസ് ഓഫ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്ന പേരുള്ള ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഈ വിശുദ്ധ വളരെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിശുദ്ധയായിരുന്നു. അതായത് അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ഇവരുടെ റൂമിൽ വന്ന് നിറയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ വരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. ഇങ്ങനെ ഇത്രമാത്രം ശുദ്ധീകരണ ആത്മാക്കളെ ഈശോ ഈ സിസ്റ്ററിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. കാരണം ഇവർ ഈ ആത്മാക്കൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ കാണുന്നത് ഒരു കന്യാസ്ത്രീ, ഒരു സന്യസ്ത ജീവിതം നയിച്ച ഒരു കന്യാസ്ത്രീ വളരെ വിലയേറിയ ഫർണിച്ചറായിട്ടും ചിത്രങ്ങളായിട്ടും കൈവെക്കാൻ പറ്റുന്ന കസേരയുണ്ടല്ലോ, ആ കസേരയൊക്കെ ആയിട്ട് തീയിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കന്യാസ്ത്രീ ഈ ഒരു ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഫർണിച്ചറും ഈ കസേരയും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്ന് ഈ വിശുദ്ധ അത്ഭുതപ്പെട്ടു. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവരുടെ സുപ്പീരിയറുടെ അനുമതി ഇല്ലാതെ, അല്ലെങ്കിൽ ഇവരുടെ ദാരിദ്ര്യം എന്ന വ്രത വാഗ്ദാനത്തിന് എതിരെ അവരുടെ മുറിയിൽ അവർ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇത്. ഒരുപക്ഷേ അവർക്ക് ഈ ഒരു അനുമതി അവരുടെ മേലധികാരികൾ നൽകിയിട്ടില്ലായിരിക്കാം. ഇങ്ങനെ പ്രത്യേകമായ കസേര, പ്രത്യേകമായി അവർക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ്, അതുപോലെ മറ്റ് ഫർണിച്ചേഴ്സ്, ഇതൊന്നും അവരുടെ മേലധികാരികൾ ഇവർക്ക് അനുവദിച്ചിട്ടില്ലാത്ത കാര്യമായിരിക്കാം ആ കാലത്ത്. എന്നാൽ ഇവർ ഈ അനുസരണക്കേട് കാട്ടിയിട്ട് ഈ പറയുന്ന ഫർണിച്ചേഴ്സും കസേരയും പിക്ചേഴ്സ് പോലും ഇവരുടെ റൂമിൽ വെച്ചു. എന്ത് സംഭവിക്കുന്നു? ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഇതേ വസ്തുക്കൾ ഇവരെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ അവർ സുഖത്തിന് വേണ്ടി ഉപയോഗിച്ച അതേ വസ്തുക്കൾ പരലോകത്ത് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ഇവരെ പീഡിപ്പിക്കുന്നു എന്നാണ് ഈ വിശുദ്ധ കാണുന്നത്. മറ്റൊരു ദിവസം ഒരു നോട്ടറി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ പേന, ഈ മഷി, ഈ പേപ്പർ, ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അനർഹമായിട്ടുള്ള പല ഡീലുകളും ഒപ്പിട്ടത്. പലതും ഞാൻ എൻ്റേത് സ്വന്തമാക്കിയത് എൻ്റെ ഒപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതായത് അധികാര ദുർവിനിയോഗം. ഇന്ന് ഇതേ വസ്തുക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ പീഡനത്തിന് കാരണമാകുന്നുവെന്ന് ഇദ്ദേഹം പറയുകയാണ്. പിന്നെ ഇദ്ദേഹം തുടരുകയാണ്: എനിക്കിങ്ങനെ ഗാംബ്ലിങ് ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഭൂമിയിൽ ഈ ഗാംബ്ലിങ് ചെയ്യാൻ ഉപയോഗിച്ച ഇതേ കാർഡുകൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മോചനം ലഭിക്കുന്നത് വരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു പീഡനവും ഞാനിവിടെ അനുഭവിക്കുകയാണ് എന്ന്. ഇതൊക്കെ നമ്മളെ നിത്യജീവനെ പറ്റിയിട്ട് ഉള്ള ചിന്ത നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരണം. അതിനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വിയേർഡായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ വിശുദ്ധരുടെ ജീവിതത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം. വെനറബിൾ മദർ ഫ്രാൻസിസ് ഓഫ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്ന പേരുള്ള ഈ വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഏത് വസ്തുക്കളാണ് നമ്മൾ ഭൂമിയിൽ അനർഹമായിട്ട് നമ്മൾ സമ്പാദിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ മറന്ന് നമ്മൾ കൈക്കൂലി വാങ്ങിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തിട്ടുള്ളത്, അതേ വസ്തുക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് നമ്മൾക്കെതിരെ തിരിയും. അതുപയോഗിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ വിശുദ്ധയുടെ ഈ രണ്ട് സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ഒരു ഐറിഷ് ബിഷപ്പായിട്ടുള്ള വിശുദ്ധ കൊർപ്രയൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കൊർപ്രയൂസും ഇതുപോലെ വളരെ വിശുദ്ധി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഇദ്ദേഹം കാണുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഭൂതത്തെ പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ് ഈ ഒരു ശുദ്ധീകരണ ആത്മാവ് വരുന്നത്. ഉടനെ വിശുദ്ധൻ ചോദിച്ചു, ഹൂ ആർ യു?
നീ ആരാണ്? ഉടനെ ആത്മാവ് പറഞ്ഞു, ഐ ആം എ സോൾ ഫ്രം ദി അതർ ലൈഫ്. ഞാൻ മറുലോകത്തുള്ള ഒരു ആത്മാവാണ്. നിന്നെ ഇത്രമാത്രം മോശമായ ഈ ഒരു അവസ്ഥയിൽ നിന്നെ എത്തിച്ചത് എന്താണ്? അപ്പോൾ ഇദ്ദേഹം പറയാണ്, എൻ്റെ തെറ്റുകൾ, ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളാണ് എനിക്ക് ഈ ശിക്ഷാവിധി വാങ്ങിത്തന്നത്. ഞാൻ മലാക്കി, അയർലൻഡിലെ മുൻ രാജാവ്, ഇത്രയും ഹൈ പൊസിഷനിൽ ഇരുന്ന എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതെൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. പക്ഷേ ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ അതിലൊക്കെ ഉപേക്ഷ വരുത്തി ഇന്ന് ഞാനിതാ ഇവിടെ ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പം ഈ വിശുദ്ധൻ ചോദിച്ചു, ഈ ബിഷപ്പ് ചോദിച്ചു, നീ ഇതിന് പ്രായശ്ചിത്തമൊന്നും ചെയ്തിട്ടില്ലേ? എനിക്ക് അറിയാമായിരുന്നില്ല ഇതൊക്കെ തെറ്റാന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ ഈ പാപത്തിന് ആനുപാതികമായിട്ടുള്ള പ്രായശ്ചിത്തം ചെയ്തില്ല. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുമ്പസാരക്കാരൻ്റെ കുറ്റകരമായ വീഴ്ചയായിരുന്നു. അദ്ദേഹത്തിന് ഞാനൊരു റിങ് വാഗ്ദാനം ചെയ്തു, ഒരു ഗോൾഡൻ റിങ്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കർക്കശമായ പരിത്യാഗ പ്രവൃത്തികളൊന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു റിങ് ഞാനിതാ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. അത് കാരണം എൻ്റെ കഴുത്ത് മുഴുവനും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചിട്ട് എന്നാണ് ഈ ആത്മാവ് പറയുന്നത്. അപ്പോൾ ബിഷപ്പ് തുടർന്നു, എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട്. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കയറിപ്പറഞ്ഞ വളരെ മുഷിഞ്ഞ വസ്ത്രത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വന്നത്? കാരണം നീ രാജാവല്ലേ. അപ്പോൾ ഈ ആത്മാവ് തുടരുകയാണ്, ഇത് മറ്റൊരു പീഡനമാണ്. എന്താണ്? ഞാൻ രാജാവായിരുന്നിട്ട് പോലും ഞാൻ നഗ്നരെ ഉടുപ്പിച്ചില്ല, ഞാൻ പാവങ്ങളെ സഹായിച്ചില്ല, അവരെ ബഹുമാനിച്ചില്ല. അവരെ വളരെ ഒരു രാജാവെന്ന നിലയിലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്തില്ല. അതിനാൽ ഭൂമിയിൽ രാജാവായി കഴിഞ്ഞ ഞാൻ ഇവരെ ഒന്നും, ഈ പാവപ്പെട്ടവരെ നോക്കാത്തതിനാലും ഈ ദരിദ്രരെ ശുശ്രൂഷിക്കാത്തതിനാലും ദരിദ്രൻ്റെ വസ്ത്രം ധരിച്ചിട്ടാണ് ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തുള്ളത്. ഇത് മറ്റൊരു പീഡനമാണ് എന്ന് ഈ മലാക്കി, അയർലൻഡിലെ മലാക്കി വിശുദ്ധ കോർപ്രിയൂസിനോട് പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്, നമ്മുടെ പൊസിഷൻ, നമ്മുടെ ജോലി, നമ്മുടെ പ്രൊഫഷൻ എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ദൈവത്തിനും പാവങ്ങൾക്കും വേണ്ടിയിട്ട്, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. എന്നാൽ ഇത് നമ്മൾ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഒരു പോലീസ് ഓഫീസർ നീതി നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ നീതിരഹിതമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ, കുറ്റവാളിയല്ലാത്ത ആളെ തുറങ്കിലടക്കുമ്പോൾ, ഇതേ ശിക്ഷ തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദൈവം തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതേ വസ്തുക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് നമ്മളെയും പീഡിപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവിടെ ഫാദർ ഷൂപ്പെ പറയുന്നത്. അങ്ങനെ ഈ കിങ് മെലാക്കിക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കോർപ്രിയൂസ് ബിഷപ്പ് 6 മാസത്തോളം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം അവസാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ റിപ്പീറ്റഡായിട്ട് ഇത് നിർത്താതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നിത്യജീവനെ പറ്റി നമുക്ക് ചിന്ത വേണം. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, എൻ്റെ ശുദ്ധീകരണ സ്ഥലത്തുള്ള എൻ്റെ ദിവസങ്ങൾ കുറച്ച് തരാൻ ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നു, എൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിത്യത ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര സിമ്പിളാണ്, എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ജീവിതം. പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും ബെനഡിക്താത്തുയിൻ മുളിയരിബൂസ് എഡ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് ടു യേസൂസ് സാങ്താ മരിയ മാതർ ദേ ഓരാ പ്രനോബിസ് പെക്കാത്തോരിബുസ് നുങ്കേ തിന്നോര മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവ ക്രിസ്റ്റോറെ.